നിയമമണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം കടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വോട്ടിംഗ് പ്രവണതയെക്കുറിച്ചുള്ള വ്യത്യസ്ത വിലയിരുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടിയും UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥനും. വോട്ടിന്റെ വർധനവ് സർക്കാരിന് അനുകൂലമാണെന്ന് മന്ത്രി അവകാശപ്പെടുമ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി വിജയം അവകാശപ്പെടുകയാണ് ശബരിനാഥൻ. വോട്ടിന്റെ വർധനവ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ്. ഒന്നാമതായി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സമ്മതിച്ചുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനായിട്ടുള്ള വോട്ടാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ന്യൂനപക്ഷ വോട്ടർമാരുടെ നിലപാടും അദ്ദേഹം വിശദീകരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചതോടുകൂടി ഭയന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലെയുള്ള ഒരാൾ സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ജയിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിയമമണ്ഡലത്തിലെ UDFന്റെ ചരിത്രപരമായ പ്രകടനവും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. നിയമമണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ഇതുവരെ UDF അങ്ങനെ ഒരു പ്രകടനം നടത്തിയിട്ടില്ല. 2 പ്രാവശ്യവും ബെറ്റ് വെച്ച് കാശ് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ മത്സരിച്ചപ്പോഴാണ് 35,000 വോട്ട് കിട്ടിയത്. എന്തായാലും UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥി അല്ല എന്നത് ആർക്കും തന്നെ ബോധ്യമുള്ള കാര്യമാണ്. സാമാന്യ ബുദ്ധി അനുസരിച്ച് തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആരും വോട്ട് ചെയ്യില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെ ഫലത്തെ നിർണ്ണയിക്കുമെന്ന് ഉറച്ചു പറയുകയാണ് UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ. ഞാൻ വിജയം അവകാശപ്പെടുന്നു. സർക്കാരിനെതിരെയുള്ള സാധാരണക്കാരുടെ പ്രതിഷേധം വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാണ് ശബരിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. BJP ശക്തമായ പ്രദേശങ്ങളിലെ സാഹചര്യവും അദ്ദേഹം വിമർശിക്കുന്നു. BJP കോർപ്പറേഷനിൽ തന്നെ വലിയ വോട്ട് കൊടുത്ത പ്രദേശമാണ്. എന്നിട്ടും യാതൊരു മാറ്റവും കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമമണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ചും ശബരിനാഥൻ ശക്തമായി പ്രതികരിച്ചു. വെളിയിൽ നിന്ന് കാണുന്ന നിയമമല്ല യഥാർത്ഥ നിയമം. നിയമം കോൺഗ്രസിന്റെയും UDFന്റെയും മണ്ണാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രികോണ മത്സരത്തിന്റെ സ്വാധീനവും അദ്ദേഹം വിലയിരുത്തുന്നു. ത്രികോണ മത്സരമാവുമ്പോഴേക്കും ധാരാളം ആളുകൾ വന്ന് വോട്ട് ചെയ്തു. UDFന്റെ സാന്നിധ്യം സാധാരണഗതിയിൽ നിന്നും കൂടുതൽ ആക്റ്റീവായി തോന്നി എന്നും ശബരിനാഥൻ കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം ഭരണാനുകൂല തരംഗം ചൂണ്ടിക്കാണിക്കുമ്പോൾ UDF ഭരണവിരുദ്ധ പ്രതിഷേധം ശക്തമാണെന്ന വാദവുമായി മുന്നോട്ട് വരുന്നു. നിയമമണ്ഡലത്തിലെ ഈ രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ അന്തിമ വിധി പറയുന്നത് വോട്ടെണ്ണലിലായിരിക്കും.